ശ്രീ മോഹൻ വർഗീസ്, ഏറ്റവും ഒടുവിൽ ട്രൂത്ത് സോഷ്യലിൽ മറ്റൊരു പ്രഖ്യാപനം കൂടി ഇപ്പോൾ ട്രംപ് നടത്തുന്ന സമയമാണല്ലോ ഇത്. ശ്രീ മഞ്ജുഷ്, ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ പലപ്പോഴും ഹരിച്ച് ഗുണിച്ച് കൂട്ടി കിഴിച്ചൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഇറാന് കഠിന രാത്രിയാണെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇവിടെ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി ആക്രമിക്കാൻ പോകുന്ന സമയം, ആക്രമണ വിധേയമാകാൻ പോകുന്ന ടാർഗറ്റുകൾ, അതിൻ്റെ രീതി എല്ലാം തന്നെ മുൻകൂട്ടി പറയുകയാണ്. അങ്ങനെ ഒരു സാധ്യത സാധാരണ ആധുനിക യുദ്ധത്തിൽ അങ്ങനെ ഇന്ന ഇടത്ത് ഇത്ര സമയത്ത് ആക്രമണം നടത്തുമെന്നില്ല. ശക്തമായ താക്കീത് നൽകുക എന്നത് മാത്രമാണ് പൊതുവെയുള്ള രീതി. ഇവിടെ പറയുന്നത് ഖാർഗ് ഐലൻഡ്, അവിടെയാണല്ലോ ഇറാൻ്റെ എണ്ണ വന്നെത്തുന്നത്. ഒരു ടെർമിനൽ എന്ന നിലയിൽ ഇറാൻ ഉത്പാദിപ്പിക്കുന്ന, ലാൻഡിൽ ഉൾപ്പെടെ ഉത്പാദിപ്പിക്കുന്ന എണ്ണയുടെ സിംഹഭാഗവും എത്തിച്ചേരുന്നതും അവിടെ നിന്നാണ് റൂട്ട് ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്. ഖാർഗ് ഐലൻഡ് ആക്രമിക്കുമെന്ന് മാത്രമല്ല, ഖാർഗ് ഐലൻഡ് പിടിച്ചെടുക്കും എന്നാണ് ആദ്യമായി ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ്റെ എണ്ണ ഇൻസ്റ്റലേഷൻസ് പിടിച്ചെടുക്കാവുന്ന എല്ലാം തന്നെ പിടിച്ചെടുക്കും. അതാണ് ഒരു ഭീഷണി. അത് ഇന്ന് രാത്രി സംഭവിക്കും എന്ന രീതിയിലാണ് ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതൊന്ന്. രണ്ട്, ഇറാൻ്റെ എയർ ഡിഫൻസ് സംവിധാനം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നായിരുന്നു അമേരിക്കയുടെ ക്ലെയിം. അതില്ല എന്നത് ഇപ്പോൾ തെളിയുകയാണ്. അതുകൊണ്ട് അവശേഷിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം പൂർണ്ണമായും തകർക്കും എന്നാണ് രണ്ടാമത്തെ ഭീഷണി. മൂന്നാമത്തേത് നാവിക കേപ്പബിലിറ്റി. ഇറാൻ്റെ കപ്പലുകൾ, ഇറാൻ്റെ ഗൺ ബോട്ടുകൾ എന്ന് വേണ്ട കടലിലുള്ള എല്ലാ ഇറാൻ്റെ ആസ്തികളും ആക്രമണ വിധേയമാകും എന്നത് മറ്റൊരു ഭീഷണി. ഇങ്ങനെയുള്ള നിരവധി അനവധി ഭീഷണി അടങ്ങുന്ന ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ, ഇതാണ് ട്രൂത്ത് സോഷ്യലിൽ ഏറ്റവും ഒടുവിൽ ട്രംപ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പാണ് ഇത്. വെരി ഹാർഡ് ടു നൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഠിന രാത്രിയായിരിക്കും ഇന്ന് ഇറാന് എന്നുള്ള മുന്നറിയിപ്പാണ് ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. ട്രംപിന്റെ പല പ്രഖ്യാപനങ്ങളും ട്രൂത്ത് സോഷ്യലിലൂടെ കണ്ടതാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ തന്ത്രപ്രധാന മേഖലകൾ, എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളെല്ലാം പിടിച്ചെടുക്കുമെന്നും വൈകാതെ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നുമാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാനും അമേരിക്കയും വീണ്ടും നേർക്കുനേർ പോരാട്ടത്തിലാണ് ഇപ്പോൾ. അതേസമയത്ത് തന്നെ ഇറാൻ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുവൈറ്റിലും ബഹ്റൈനിലുമാണ് സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ഉപരോധം ലംഘിച്ചു എന്ന് കാട്ടി ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാവുകയാണ്. ഹോർമുസ് പൂർണ്ണമായിട്ടും അടച്ചിരിക്കുകയാണ് ഇറാൻ. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഇടയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അവസാനിക്കാൻ പോകുന്നുവെന്ന്, പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ലല്ലോ. പക്ഷേ ഒരേ സമയത്ത് തന്നെ ട്രംപ് പറയുന്നുണ്ട് ചർച്ചകൾ നന്നായി പുരോഗമിക്കുന്നുണ്ട് എന്ന്, അല്ലേ? അല്ല, അവിടെയാണ് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ഒരേ സമയത്ത് തന്നെ ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു, ചർച്ചകളിൽ പ്രതീക്ഷ ഉണ്ട് എന്ന് പറയുന്നു. അതേസമയം തന്നെ ദിസ് ഈസ് ഗോയിങ് ടു ബി ആൻ ഓൾ ഔട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ട്രംപിന് അവിടെ ഒരു ക്ലാരിറ്റി കുറവുണ്ടോ എന്ന ന്യായമായ സംശയം ഉണ്ടാകാം. ഇമ്മീഡിയറ്റ് പ്രകോപനം എന്താണ്? 2 ദിവസം മുൻപ് ഒരു അപ്പാച്ചെ ഹെലികോപ്റ്റർ, താണു പറക്കാൻ കഴിയുന്ന ഹെലികോപ്റ്ററാണ്. സാധാരണ ടാങ്കുകളെയൊക്കെ ആക്രമിക്കാൻ കഴിയുന്ന അമേരിക്കയുടെ അഭിമാനമാണ് അപ്പാച്ചെ ഹെലികോപ്റ്റർ. ഒരു അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ ഒന്നുകിൽ ഷൂട്ട് ഡൗൺ ചെയ്തതാണ്, അല്ല എങ്കിൽ ഇറാൻ്റെ ഒരു ഡ്രോണുമായി കൊളൈഡ് ചെയ്ത് അപ്പാച്ചെ ഹെലികോപ്റ്റർ ഈ പേർഷ്യൻ ഉൾക്കടലിൽ പതിക്കുന്നു, പേർഷ്യൻ കടലിടുക്കിൽ പതിക്കുന്നു, ആ നാവികരെ രക്ഷപ്പെടുത്തുന്നു. അതാണ് ഇമ്മീഡിയറ്റ് പ്രൊവക്കേഷൻ എന്ന് വേണമെങ്കിൽ തോന്നാം. ഇസ്രയേലുമായുള്ള പോരാട്ടം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്രയേലിനെ ആക്രമിക്കുന്നു, ഇസ്രയേൽ ആക്രമിക്കുന്നു, ഇതെല്ലാം 2 ദിവസം മുൻപ് കഴിഞ്ഞൊരു കാര്യമാണ്. അത് ഇപ്പോൾ ഇസ്രയേൽ ആക്രമിക്കരുത്, ഇറാനെ തൊട്ടുപോകരുത് എന്ന് കല്ലേ പിളർക്കുന്ന ശാസന ട്രംപ് നൽകിയതിന് ശേഷം അമേരിക്ക ഇറാൻ്റെ എല്ലാ തീരപ്രദേശങ്ങളിലേക്കും, അതായത് പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി നിൽക്കുന്ന ഏതാണ്ട് എല്ലാ പ്രദേശത്തേക്കും ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. കാരണം അവിടെ നിന്നാണ് മിസൈൽ ലോഞ്ചേഴ്സ്, ഈ കടലിന് അഭിമുഖമായി മിസൈൽ ലോഞ്ചേഴ്സാണ് ഇവിടെ എല്ലാം ആക്രമിക്കുന്നു. അതാണ് കഴിഞ്ഞ 2 ദിവസം നടത്തിയ ആക്രമണങ്ങൾ. ഇപ്പോൾ ഇതാ ഒരു പടി കൂടി കടന്നുകൊണ്ട് പറയുന്നു, ഓയിൽ ഇൻസ്റ്റലേഷൻസ്, എണ്ണ ശുദ്ധീകരണ ശാലകൾ, എണ്ണപ്പാടങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ തങ്ങളിതാ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് ഇറാനെ അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ പരിപൂർണ ഡിസ്ട്രക്ഷൻ എന്ന ഒരു തന്ത്രം മാറ്റിപ്പിടിക്കലാണോ? ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ലിമിറ്റഡ് ഒരു കൊയർഷൻ, പരിമിതമായ ബലപ്രയോഗം, അത് പോരാ എന്ന് വരുന്നു. ഇറാൻ്റെ കേപ്പബിലിറ്റീസ് പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. ഇറാൻ 18 കേന്ദ്രങ്ങളിലാണ്, അമേരിക്കയുടെ സേനാ താവളങ്ങളുള്ള 18 കുവൈറ്റിലേക്ക് ആക്രമണം നടക്കുന്നു. ഇതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞത്, വെനിസ്വേലയിൽ ഏത് രീതിയിലാണ് അമേരിക്ക അല്ലേ നിയന്ത്രണം നടത്തിയിരിക്കുന്നത്, അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇറാന് മേലുള്ള അമേരിക്കയുടെ ആക്രമണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ രീതിയിൽ പിടിച്ചെടുക്കുമെന്നുള്ള രീതിയിലാണ്. അതായത് ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായിട്ടും
കൈപ്പിടിയിലാക്കുമെന്ന രീതിയിലാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം വന്നിരിക്കുന്നത്. പക്ഷേ ട്രംപ് പലപ്പോഴും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നതാണ്. പക്ഷേ ഇറാന്റെ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടല്ലോ. ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, എങ്ങനെയാണ് ഗൾഫിൽ ഇരുന്നു കൊണ്ട് ഇതിനെ വിലയിരുത്താൻ കഴിയുന്നത്? ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നതാണല്ലോ, ഇത് അവസാനിക്കാൻ പോകുന്നു, ഹോർമൂസ് ചിലപ്പോൾ ജൂലൈ അവസാനത്തോടുകൂടി തുറക്കുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൂടി വന്നതാണ്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും അടച്ചു കഴിഞ്ഞല്ലോ. പ്രതീക്ഷയ്ക്ക് ഇപ്പോഴും മങ്ങലേറ്റിട്ടില്ല. കാരണം ഇവർ ഈ രാജ്യങ്ങൾ തമ്മിൽ അതിന്റെ ഒരു സീസ്ഫയറിന്റെ ഒരു ബേസിക് കാര്യങ്ങളിൽ അവർ ഒരു തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് എത്തിയിട്ടുണ്ട്. പിന്നീടുള്ളത് രണ്ടുപേരും ഹോൾഡ് ചെയ്ത് നോക്കുക, പരസ്പരം അവരുടെ ക്ഷമ എത്രമാത്രം അവരെ കോഴ്സ് ചെയ്യാൻ അതിനുവേണ്ടി ഹോൾഡ് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പ്രൊവക്കേഷൻ ഉണ്ടായത്. അത് പിന്നെ ഇപ്പോൾ ഈ അപ്പാഷ് ഹെലികോപ്റ്ററിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇമ്മീഡിയറ്റ് പ്രൊവക്കേഷൻ. പക്ഷേ എങ്കിലും ഒരു കാര്യം വളരെ സുവ്യക്തമാണ്, രണ്ടു കൂട്ടർക്കും വീണ്ടും ഒരു ഫുൾ സ്കെയില്, ഒരു റീജിയണൽ ഓപ്പൺ ഫുൾ സ്കെയിൽ വാർ, ഫുൾ ഫ്ലഡ്ഡ് വാറിലേക്ക് പോകാൻ ഇറാനും താല്പര്യമില്ല, USA-ക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം അവർക്ക് ഇത് എങ്കിലും ഇവിടെ ശാശ്വതമായിട്ടുള്ള ഒരു സീസ്ഫയർ അതും സാധ്യമല്ല. ഇത് ഇപ്പം നടക്കുന്ന ടിറ്റ് ഫോർ ടാറ്റ് ആണ്. അപ്പോൾ ഇറാൻ അവരുടെ അപ്പാഷ് ഹെലികോപ്റ്റർ തകർത്തു എന്ന് അവർ അനുമാനിക്കുന്നു, അതിന് തിരിച്ചടി കൊടുക്കുകയാണ്. അപ്പം പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, കുവൈറ്റിൽ നിന്നും ബഹ്റൈനിൽ നിന്നും ഒക്കെ US മിസൈലുകളോ അല്ലെങ്കിൽ വേറെ US വിമാനങ്ങളോ യുദ്ധവിമാനങ്ങളോ അവിടെ നിന്ന് ഉയർന്നിട്ടുണ്ടെങ്കിൽ, ഇറാനെതിരെ അറ്റാക്ക് ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ആ ബേസിലാണ്. ഇപ്പം എന്താണ്, കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് UAE-ക്കെതിരെ അവർ ശബ്ദം ഉയർത്തുന്നില്ലല്ലോ, ഒരു അറ്റാക്കും ഇല്ല. കാരണം അവിടെ UAE-യുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ UAE അമേരിക്കയുമായിട്ടുള്ള ധാരണയുണ്ട്, ഇവരുടെ ബേസുകൾ ഇങ്ങനെ ഇപ്പം ഉപയോഗിക്കുന്നില്ല, ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾക്ക് വളരെ സമാധാനപരമായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് UAE-യെ സംബന്ധിച്ചോണം. അപ്പോൾ ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശാശ്വതമായിട്ടുള്ള ഒരു സീസ് ഫയർ ഒരിക്കലും സാധ്യമല്ല. ഇത് പക്ഷേ ഒരു കൺട്രോൾ, ഇപ്പോഴത്തെ നടക്കുന്ന ഒരു എസ്കലേഷൻ ആണെങ്കിൽ തന്നെയും ഒരു പരിധി വരെ ഒരു കൺട്രോൾഡ് ആണ്. ഈ കൺട്രോൾഡ് എസ്കലേഷൻ അപ്പുറം പോയി കഴിഞ്ഞാലാണ് ഫുൾ സ്കെയിൽ വാറായിട്ടോ അല്ലെങ്കിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറായിട്ടോ മാറാവുന്നത്. ഇപ്പോൾ രണ്ടു കൂട്ടരും അത് ആഗ്രഹിക്കാത്തതുകൊണ്ട് ഇത് ഒരു വാർ ഓഫ് അട്രീഷൻ പോലെ ടിറ്റ് ഫോർ ടാറ്റ് ഇത് നടന്നുകൊണ്ടിരിക്കും. എങ്കിലും ഒരു ഇപ്പം ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എപ്പോഴും ഓരോ നിമിഷവും മെർക്കുറിയൽ ടെമ്പറമെന്റ് ആണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് ഓരോ നിമിഷവും മാറാം. മെർക്കുറിയുടെ ഇത് മാറുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കാം. അപ്പം അതിനെ നമ്മൾ കൂടുതൽ എടുക്കേണ്ട, കഴിയുന്നത് ഇറാനെ കൂടുതൽ ഭീഷണിപ്പെടുത്തി അതിനെ കൂടുതൽ പിന്നെ പ്രഷർ ചെലുത്തി കൊണ്ടുകൊടുക്കാനാണെങ്കിൽ ഇറാൻ സമ്മതിക്കത്തുമില്ല. അപ്പോൾ ആ ടാക്ടിക്സ് പല പ്രാവശ്യം ട്രംപ് പ്രയോഗിച്ചിട്ടുള്ളതാണ്, അതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിശ്ചയിച്ച പോലെ ഇറാനെ നിഷ്പ്രയാസം ഒരു കേക്ക് വാക്ക് പോലെ ഇറാനെ കടന്നു ഓടാവുന്നൊക്കെയുള്ള ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. അത് നടന്നിട്ടില്ല. മാത്രമല്ല ഇറാൻ പ്രതീക്ഷിക്കുന്നത് ബൂട്ട്സ് ഓൺ സോയിൽ, അവരുടെ അവിടെ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ പിന്നീടുള്ള കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.